ഫുഡ് വി ഈറ്റ്. പുതിയ ചാപ്റ്ററാണ് ഫുഡ് വി ഈറ്റ്. ചാപ്റ്റർ 5 ആണ് കേട്ടോ. ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡും വെള്ളവും അല്ലേ? ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ്. നമുക്ക് ഭക്ഷണം ഇല്ലാതെയും വെള്ളം ഇല്ലാതെയും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ പറയണ്ടത്? വി കനോട്ട് ലിവ് വിത്തൗട്ട് ഫുഡ്. ബോത്ത് ആനിമൽസിനും പ്ലാന്റ്സിനും നമുക്കും ഹ്യൂമൻ ബീങ്സിനും ഒക്കെ ഫുഡും വെള്ളവും വേണം അല്ലേ? ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നീഡ് ഫുഡ് ടു ലിവ്. അപ്പം വി ഈറ്റ് ഫുഡ് ടു മേക്ക് അസ് സ്ട്രോങ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? ആരോഗ്യമുള്ളാവാൻ വേണ്ടിയിട്ട് അല്ലേ? സ്ട്രോങ് ആവാൻ, ഹെൽത്തി ആവാൻ. ഇറ്റ് ഗിവ്സ് എനർജി ടു ഡു വർക്ക്. എന്തെങ്കിലും പണി ജീവിക്കാൻ തരുന്ന എനർജിയാണ്. നമ്മൾ ഫുഡ് കഴിച്ചാലും നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് us ടു ഗ്രോ. നമ്മളെ വളരാനും ഫുഡാണ് സഹായിക്കുന്നത്. ഫുഡ് കഴിച്ചാലേ നമ്മൾ വളരുള്ളൂ അല്ലേ? ഏതൊക്കെ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം? ടൈം ടു ഈറ്റ്. വി യൂഷ്വലി ടേക്ക് 3 meals ഇൻ എ ഡേ. ദിവസത്തിൽ 3 പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് കഴിക്കുന്നത് ലഞ്ച്, രാത്രി കഴിക്കുന്നതോ ഡിന്നർ അല്ലേ? അങ്ങനെ 3 പ്രാവശ്യമാണ് ദിവസത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുക. സംടൈംസ് വി ഹാവ് സ്നാക്സ് ഓർ ടിഫിൻ ബിറ്റ്വീൻ ദ മീൽസ്. മീൽസിൻ്റെ നടുവിൽ നമ്മൾ ടിഫിൻ പോലെ കുഞ്ഞ് സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കും ചില സമയത്ത്. ഓക്കെ. ഇല്ലെങ്കിൽ 3 പ്രാവശ്യമേ നമ്മൾ ദിവസത്തിൽ ഫുഡ് കഴിക്കുള്ളൂ. അലോങ് വിത്ത് ഫുഡ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ഈസ് ഓൾസോ റിക്വയർഡ് ടു കീപ്പ് us ഹെൽത്തി. അതാണ് പറഞ്ഞത്. നമ്മൾ ഫുഡിനോടൊപ്പം വെള്ളവും വേണം. എന്നാലേ നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ, പെട്ടെന്ന് വളരാൻ സഹായിക്കും. ഓക്കെ. കൈൻഡ്സ് ഓഫ് ഫുഡ്. എന്തൊക്കെ തരം ഫുഡുകളുണ്ട് വളരാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ തരം ഫുഡുകളാണുള്ളത്? ഫുഡ് ലൈക്ക് റൈസ്, ചപ്പാത്തി, ബ്രെഡ്, ബട്ടർ ആൻഡ് ഷുഗർ ഗിവ് us എനർജി ടു വർക്ക് ആൻഡ് പ്ലേ. കളിക്കാനും ജോലി ചെയ്യാനും ഏതൊക്കെ ഫുഡുകളാണ് സഹായിക്കുന്നത്? റൈസ്, ചപ്പാത്തി, ബ്രെഡ്, ബട്ടർ, ഷുഗർ. പിന്നെ നമ്മളെ ബോഡി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്? നമ്മൾ കഴിക്കേണ്ടത് മിൽക്ക്, എഗ്ഗ്, ഫിഷ്, മീറ്റ്, പൾസസ് ഗിവ് us സ്ട്രെങ്ത് ആൻഡ് മേക്ക് അവർ ബോഡി സ്ട്രോങ്. പിന്നെ നമ്മുടെ ബോഡി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലേ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് us ടു ഫൈറ്റ് ഡിസീസസ്. എന്താ പറയുക, അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും ഇതൊക്കെ സഹായിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് കേട്ടില്ലേ? അതാണ് പറയുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് us ടു ഫൈറ്റ് ഡിസീസസ് ആൻഡ് കീപ്പ് us ഹെൽത്തി. ഓക്കെ. ഇത്രയും മനസ്സിലായോ? അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഫുഡ് വി ഈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വൈ ഷുഡ് വി ടേക്ക് ഫുഡ് റെഗുലർലി ടു ഗ്രോ ആൻഡ് ടു കീപ്പ് us ഹെൽത്തി അല്ലേ? വാട്ട് വിൽ ഹാപ്പൺ ഇഫ് യു ഡു നോട്ട് ഈറ്റ് ഫുഡ്? നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടും, എനർജി നഷ്ടപ്പെടും, നമ്മൾ വളരില്ല, പിന്നെന്ത് ചെയ്യും? ഹെൽത്തി ആവില്ല. ഇതൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ. പിന്നെ all these 3 kinds of food are important for us. We must eat all the 3 kinds of food every day. ബ്രേക്ക്ഫാസ്റ്റിന് 9 AM in the morning, lunch 2 PM in the afternoon, milk, juice and some fruits and snacks in the evening 6 PM, dinner at night 8 PM. ഓക്കെ. ഇന്ന സമയങ്ങളിലാണ് കഴിക്കേണ്ടത്. ടൈം ഓഫ് ടേക്കിംഗ് മീൽസ് ഷുഡ് ബി ഫിക്സഡ് ചെയ്യും നമ്മൾ ബിഫോർ പ്രോപ്പർ ഡൈജഷൻ ഓഫ് ഫുഡ്. ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിക്സഡ് ടൈം കീപ്പ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ, അതായത് ഡൈജഷൻ ചെയ്യാതെ നമ്മൾ ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് പല അസുഖങ്ങളും വയറുവേദനയും മറ്റൊക്കെ വരും. കഴിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് പല അസുഖങ്ങളും വയറുവേദനയും മറ്റൊക്കെ വരും. ഓക്കെ. വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. വി ഗെറ്റ് ഫുഡ് ഫ്രം പ്ലാന്റ്സ്. നമുക്ക് ചെടിയിൽ നിന്ന് ഫുഡ് കിട്ടും അല്ലേ? അങ്ങനെ ചെടിയിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? എന്തൊക്കെയാ? വെജിറ്റബിൾസൊക്കെ ചെടിയിൽ നിന്നല്ല നമുക്ക് കിട്ടുന്നത് അല്ലേ? ഫ്രൂട്ട്സ്. വി ഓൾസോ ഗെറ്റ് ഫുഡ് ഫ്രം ആനിമൽസ് നിന്ന് കിട്ടുന്നില്ലേ? ചിക്കൻ, പിന്നെ ബീഫ് അല്ലേ, മട്ടൺ, ഇതൊക്കെ കിട്ടുന്നത് ആനിമൽസിൽ നിന്നാണ്. ഫുഡ് ഫ്രം ആനിമൽസ്.
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? പ്ലാന്റ്സിൽ നിന്ന്. ഫുഡ് ഫ്രം ആനിമൽസോ? വി ഗെറ്റ് മീറ്റ് ഫ്രം ആനിമൽസ്. എക്സാമ്പിൾ ചിക്കൻ, ഫിഷ്, എഗ്സ് ആൻഡ് മിൽക്ക് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസ്. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള നമ്മൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏതാണ്? ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ചിൽഡ്രൻ ലവ് ടു ഈറ്റ് ചിപ്സ്, പിസ്സ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, കോൾസ് എക്സെട്ര. ദീസ് ആർ കോൾഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ജങ്ക് ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല. അത് വല്ലപ്പോഴൊക്കെ കഴിക്കാനൊക്കെ പറ്റും, എന്നാലും അധികം കഴിക്കരുത്. ഓക്കെ. പിന്നെ ഗുഡ് ഫ്രം ഫുഡ് ഹാബിറ്റ്സ്. ടേക്ക് മീൽസ് അറ്റ് എ ഫിക്സഡ് ടൈം. കറക്റ്റ് യഥാർത്ഥ സമയത്ത് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ മീൽ. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിഞ്ഞിട്ടും കൈ കഴുകുക. ഓക്കെ. നമ്മളെ കയ്യിലൊക്കെ പല ഡേർട്ട് ഉണ്ടാവും, ചേറുകളുണ്ടാവും. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിന് മുന്നേ കൈ കഴുകണം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ടും കൈ കഴുകണം. പിന്നെ ഡു നോട്ട് ഈറ്റ് അൺകവേർഡ് ഫുഡ്. ഭക്ഷണം തുറന്നിട്ട ഫുഡിൽ നമ്മൾ പിന്നെ എടുത്ത് കഴിക്കാൻ പാടില്ല. അതിൽ ഈച്ച അതൊക്കെ വന്നിട്ട് എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ സാധിക്കും. ഓക്കെ. വാഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ത്രൂലി വിത്ത് വാട്ടർ. വാഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ നല്ലോണം വാഷ് ചെയ്തിട്ട് കഴിക്കുക. ബിഫോർ കട്ടിങ് ആൻഡ് ഈറ്റിംഗ്. ഡു നോട്ട് ഈറ്റ് ടു മെനി സ്വീറ്റ്സ്, ടോഫീസ്, ചോക്ലേറ്റ്സ് എക്സെട്ര. ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫുഡുകൾ കഴിക്കുക. അല്ലാതെ ഈ ചോക്ലേറ്റ്സും ടോഫീസും നമ്മുടെ സ്വീറ്റ്സൊന്നും അധികം കഴിക്കരുത്. ഒക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.